കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിഫ്ത്ത് സെം ഇൻകം ടാക്സിൽ നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളതാണ് ഡെഫിനിഷൻസ് ഓഫ് ഇൻകം ടാക്സ് ആക്ട് 1961. അപ്പോൾ നമ്മൾ 2 വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് ആദ്യം കാണാം, അതിന് ശേഷം ഇത് കാണാം കേട്ടോ, കാരണം അതിൻ്റെ കണ്ടിന്യൂഷനാണിത്. അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്നത് ഈ ഇൻകം ടാക്സ് ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ എന്തായാലും മനസ്സിലാക്കി വെക്കേണ്ട കുറച്ച് ടേമുകളുണ്ട്. അപ്പോൾ ആ ടേമിനെ കുറിച്ചിട്ടായിരിക്കും ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ 12 പോയിൻ്റാണ് ടോട്ടൽ ഉള്ളത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ 5 പോയിൻ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. മുഴുവനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ വീഡിയോ ലെങ്തി ആവും. സോ ഞാൻ 2 വീഡിയോ ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. എനിവേ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും മനസ്സിലാവാത്ത പോർഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അതിൽ ഫസ്റ്റ് വരുന്നതാണ് ഇൻകം. അതായത് ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരം പറഞ്ഞിട്ടുള്ള കുറച്ച് ഡെഫിനിഷൻസ് ഉണ്ട്, ടേംസ് ആൻഡ് ഡെഫിനിഷൻസ്. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ഇൻകം സെക്ഷൻ 2 സബ്സെക്ഷൻ 24. ഇൻകം ടാക്സ് ഈസ് ചാർജ്ഡ് ഓൺ ടോട്ടൽ ഇൻകം ഓഫ് ആൻ അസസി. അതായത് ഒരു അസസിയുടെ ടോട്ടൽ ഇൻകത്തിന് മേൽ ചാർജ് ചെയ്യുന്നതാണ് എന്ത് പറയുന്നത് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. Therefore, it is highly essential to understand the term income clearly. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇൻകം എന്ന് പറഞ്ഞ ടേം മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ബ്രോഡ്ലി സ്പീക്കിംഗ്, ഇൻകം മീൻസ് ഓർ മണീസ് വർത്ത് റിസീവ്ഡ് ഫ്രം എനി ഡെഫിനിറ്റ് സോഴ്സ് വിത്ത് സെർട്ടൈൻ എമൗണ്ട് ഓഫ് റെഗുലാരിറ്റി. അതായത് റെഗുലറായിട്ട് ഒരു സെർട്ടൈൻ എമൗണ്ട് മണി ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു സോഴ്സിൽ നിന്ന് നമുക്ക് റിസീവ് ആവുന്നതിനെയാണ് എന്ന് പറയുന്നത് ഇൻകം എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി പീരിയോഡിക്കൽ റെസിപ്റ്റ് ഫ്രം വൺസ് ബിസിനസ്, ലാൻഡ്, വർക്ക്, ഇൻവെസ്റ്റ്മെൻറ്റ് എക്സെട്ര. അതായത് അത് പീരിയഡ് വൈസ് ആയിട്ടും കിട്ടുന്നുണ്ടായിരിക്കും. അതായത് മേ ബി അത് മന്ത്ലി ആയിരിക്കും, അല്ലെങ്കിൽ ആനുവൽ ആയിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും ആ എമൗണ്ട് കിട്ടുന്നുണ്ടായിരിക്കും. എങ്ങനെ ഒരാളുടെ ബിസിനസ്സിൽ നിന്നോ, അല്ലെങ്കിൽ ഒരാളുടെ ഭൂമിയിൽ നിന്നോ, അല്ലെങ്കിൽ ഒരാൾ ചെയ്യുന്ന വർക്കിൻ്റെ ഫലമായിട്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് അയാൾ നടത്തിയിട്ടോ ആ എമൗണ്ട് നമുക്ക് കിട്ടുക, അതിനെയാണ് എന്ത് പറയുന്നത് ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഇൻകം ഇൻക്ലൂഡ്സ്, ആ ഇൻകത്തിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്? പ്രോഫിറ്റ് ഓർ ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ, എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടുന്നത്, അതല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ്സിൻ്റെ ഗെയിൻസിൻ്റെ റിലേറ്റ് ചെയ്തിട്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് കിട്ടുന്നത്. പിന്നെ ഡിവിഡൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഷെയർ പർച്ചേസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അവർ ഓഫ് കോഴ്സ് എന്ത് തരും? ഡിവിഡൻറ്റ് തരും. അപ്പോൾ ആ ഡിവിഡൻറ്റ് നമ്മൾക്ക് അവർ തരുമ്പോൾ നമ്മൾ ഓഫ് കോഴ്സ് അതിന് എന്തടയ്ക്കണം? ടാക്സ് അടയ്ക്കണം. എക്സംപ്റ്റഡ് ഇൻ ഇന്ത്യൻ കമ്പനി, അതിൽ ശ്രദ്ധിക്കേണ്ടതാണ്, ഇന്ത്യൻ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഡിവിഡൻറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ടാക്സ് അടയ്ക്കേണ്ട. കാരണം അതിന് ഓൾറെഡി കമ്പനി തന്നെ ടാക്സ് അടയ്ക്കും. പിന്നെ അഡീഷണലായിട്ട് ഇനിയും നമ്മൾ എന്ത് ചെയ്യേണ്ട? ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നെ വോളണ്ടറി കോൺട്രിബ്യൂഷൻ റിസീവ്ഡ് ബൈ ചാരിറ്റബിൾ ഓർ റിലീജിയസ് ട്രസ്റ്റ് ഓർ യൂണിവേഴ്സിറ്റി ഓർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ഹോസ്പിറ്റൽ. ഇതിൽ ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഒക്കെ കേസ് എന്താ പറയുന്നത് വെച്ചാൽ, അതായത് ഇപ്പോൾ ചാരിറ്റബിൾ ട്രസ്റ്റിലൊക്കെ ആകുമ്പോൾ ഒരുപാട് എമൗണ്ട് ഒരുപാട് പേര് സ്പോൺസർ ചെയ്യും. കുറച്ച് റിച്ച് ആയിട്ടുള്ള പേഴ്സൺസ് അവരെന്ത് ചെയ്യും? എമൗണ്ട് സ്പോൺസർ ചെയ്യും. അപ്പോൾ ഒരു ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരം ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കും അവർക്ക്, അവർ കൈവശം വെക്കേണ്ട എമൗണ്ടിന്, ഈ ചാരിറ്റബിൾ ട്രസ്റ്റ്. അപ്പോൾ ആ എമൗണ്ടിൽ കൂടിക്കഴിഞ്ഞാൽ ഇവരെന്ത് കൊടുക്കണം? ടാക്സ് അടയ്ക്കണം. അതാണ് ഈ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഹോസ്പിറ്റൽ, യൂണിവേഴ്സിറ്റീൻ്റെ കേസൊക്കെ പറയുന്നത് കേട്ടോ. പിന്നെ വാല്യൂ ഓഫ് പെർക്വിസൈറ്റ്സ് ഓർ പ്രോഫിറ്റ് ഇൻ ല്യൂ ഓഫ് സാലറി. അതായത് ഒരു സാലറിയുടെ പുറമെ, ക്യാഷിന് പുറമെ എന്തെങ്കിലും ഒരു എംപ്ലോയർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് എന്തടയ്ക്കണം? ടാക്സ് അടയ്ക്കണം. അതായത് ഇപ്പോൾ അക്കോമഡേഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ വാഹനങ്ങളൊക്കെ മേ ബി ഫ്രീ ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ അതിനൊക്കെ നമ്മൾ എന്തടയ്ക്കണം? ടാക്സ് അടയ്ക്കണം. പിന്നെ ഇനി സ്പെഷ്യൽ അലോവൻസ് ഗ്രാൻഡഡ് ടു ദ അസസി ടു മീറ്റ് എക്സ്പെൻസസ് ഹോളി നെസസറിലി ആൻഡ് എക്സ്ക്ലൂസീവ്ലി ഫോർ ദി പെർഫോമൻസ് ഓഫ് ഓഫീസർ ഓർ എംപ്ലോയ്മെൻറ്റ് ഡ്യൂട്ടീസ്. പിന്നെ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുമ്പോൾ, അതായത് ഇപ്പോൾ ഞാനൊരു 30 ലക്ഷം രൂപയുടെ ഒരു പ്ലോട്ട് വാങ്ങിച്ചു, അത് ഞാൻ വിൽക്കുന്നത് 50 ലക്ഷം രൂപയ്ക്ക്. അപ്പോൾ എനിക്ക് അവിടെ 20 ലക്ഷം രൂപ എന്തുണ്ട്? പ്രോഫിറ്റ് ഉണ്ട്. അപ്പോൾ ഇൻ കേസ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഈ 20 ലക്ഷം രൂപയ്ക്ക് ഞാൻ എന്തടയ്ക്കണം? ടാക്സ് അടയ്ക്കണം. അതാണ് ഈ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെ ആരും അടയ്ക്കാറില്ല. കാരണം നമ്മൾ വിൽക്കുന്നത് 50 ലക്ഷം രൂപയ്ക്കാണെങ്കിലും നമ്മൾ ഇൻകം ടാക്സിൻ്റെ കേസ് വരുമ്പോൾ നമ്മൾ കുറഞ്ഞ എമൗണ്ടിനായിരിക്കും നമ്മൾ വിൽക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ആയിരിക്കും നമ്മൾ പറയുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തടയ്ക്കേണ്ട? 20 ലക്ഷം രൂപയ്ക്ക് ടാക്സ് അടയ്ക്കേണ്ട. എമൗണ്ട് കൂടിക്കഴിഞ്ഞാലാണ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത്. അല്ലാത്ത കേസിൽ ടാക്സ് അടയ്ക്കേണ്ട. ഓക്കെ, പിന്നെ ഇൻട്രസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ടാക്സ് അടയ്ക്കണം. എന്തെങ്കിലും കമ്മീഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ടാക്സ് അടയ്ക്കണം. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ വാല്യൂ ഓഫ് പെർക്വിസൈറ്റ്സ് ഓർ പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി. അപ്പോൾ അതിൻ്റെ ബേസിൽ വരുന്നതാണ് ഈ ഇൻട്രസ്റ്റ്, കമ്മീഷനൊക്കെ നമുക്ക് സാലറിക്ക് പുറമെ കിട്ടുന്നതാണ്.
പിന്നെ എന്തെങ്കിലും വിന്നിങ് ലോട്ടറി ഒക്കെ അടിച്ചാൽ നമുക്കറിയുന്ന കേസാണ്. കാരണം 1 കോടി രൂപ ലോട്ടറി അടിച്ച ആൾക്ക് ഒരിക്കലും 1 കോടി രൂപ കംപ്ലീറ്റ് ആയിട്ട് കിട്ടത്തില്ല. കാരണം എന്താ, അതിൽ നിന്ന് ടാക്സ് ഒക്കെ പോയിട്ട് കുറഞ്ഞ ഒരു എമൗണ്ട് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. കുറഞ്ഞ എമൗണ്ട് അല്ല, ഈ 1 കോടി രൂപ തന്നെ കിട്ടത്തില്ല. പിന്നെ കാർഡ് ഗെയിംസിൽ വിൻ ചെയ്താലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് അടയ്ക്കണം. അതാണ് എന്ത് പറയുന്നത്, ഈ ദിസ് ഇൻകം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റത്തെയാണ്. ഇങ്ങനത്തെ 12 എണ്ണമാണ് കേട്ടോ നമുക്ക് പഠിക്കാനുള്ളത്. മേ ബി ഇത് എസ്സേക്കും വരാം, ഷോർട്ട് എസ്സേക്കും വരാം, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് വരാം. സോ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കി തന്നെ പഠിക്കാം. ഫസ്റ്റ് പറയുന്നതാണ് ഇൻകം, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പറയുന്നതാണ് അഗ്രികൾച്ചറൽ ഇൻകം, സെക്ഷൻ 2 സബ്സെക്ഷൻ 1A. Agricultural income earned by a taxpayer in India is exempted under section 10 subsection 1 of the Income Tax Act 1961. അതായത് ഇൻകം ടാക്സ് ആക്ട് 1961 പ്രകാരം എന്തായിരിക്കും, ഒരു ടാക്സ് പെയർ എക്സംപ്റ്റഡ് ആയിരിക്കും. അഗ്രികൾച്ചറൽ ഇൻകം ഏൺ ചെയ്യുന്ന ഒരു ടാക്സ് പെയർ എന്തായിരിക്കും, എക്സംപ്റ്റഡ് ആയിരിക്കും. അതായത് ഇന്ത്യയിലാണ് അവർ അഗ്രികൾച്ചർ ചെയ്തിട്ട് അവർ ഇൻകം ഏൺ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അവർ എന്ത് ചെയ്യേണ്ട, ടാക്സ് അടയ്ക്കേണ്ട. അത് നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്, എക്സംപ്റ്റഡ് ഇൻകം എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ അതിൽ പറയുന്നതാണ് ഈ അഗ്രികൾച്ചറൽ ഇൻകം. അപ്പോൾ അതിൽ പറയുന്നതാണ് any rent or revenue derived from land which is used situated in India and is used for agricultural purpose. അതായത് അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇന്ത്യയിൽ സിറ്റുവേറ്റഡ് ആയിട്ടുള്ള ഒരു ലാൻഡിൽ നിന്നും നമുക്ക് റെൻറ്റോ റവന്യൂ കിട്ടുകയാണെങ്കിൽ നമ്മൾ അതിന് എന്തടയ്ക്കേണ്ട, ടാക്സ് അടയ്ക്കേണ്ട. പിന്നെ ഇനി ഇൻകം ഡിറൈവ്ഡ് ഫ്രം സച്ച് ലാൻഡ് ബൈ അഗ്രികൾച്ചറൽ ഓപ്പറേഷൻ, അതായത് അഗ്രികൾച്ചറൽ ഓപ്പറേഷൻ വഴി നമുക്ക് എന്തെങ്കിലും ഇൻകം ഡിറൈവ് കിട്ടുകയാണെങ്കിൽ അതിന് നമ്മൾ എന്തടയ്ക്കേണ്ട, ടാക്സ് അടയ്ക്കേണ്ട. ഇനി ഇൻകം ഫ്രം എ ഫാം ഹൗസ് സബ്ജക്റ്റ് ടു സാറ്റിസ്ഫാക്ഷൻ ഓഫ് സെർട്ടൈൻ കണ്ടീഷൻ, അതായത് ഒരു ഫാം ഹൗസിൽ നിന്ന് നമുക്ക് ഇൻകം കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട, ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് 2 എണ്ണം കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഇൻകം പറഞ്ഞു, നെക്സ്റ്റ് പറയുന്നതാണ് അഗ്രികൾച്ചറൽ ഇൻകം. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് പറയുന്നതാണ് പേഴ്സൺ എന്ന് പറയുമ്പോൾ നമ്മൾ അറിയുന്നുണ്ടായിരിക്കും, മേ ബി ഒരു ഇൻഡിവിജ്വൽ അവരൊക്കെ ആയിരിക്കും നമ്മൾ ഇതുവരെ പേഴ്സൺ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മേ ബി പറയും കമ്പനീനെ പേഴ്സൺ ആണെന്നൊക്കെ ഇനി പഠിക്കാനൊക്കെ ഉണ്ട്. നമ്മൾ ചിലപ്പോൾ +1 +2 നമ്മൾ പഠിച്ചിട്ടുണ്ടാകും കമ്പനി ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്നൊക്കെ. ഓക്കെ, മേ ബി അതും നമുക്കറിയുന്നുണ്ടായിരിക്കും ഒരു പേഴ്സൺ ആണെന്നുള്ളത്. ഓക്കെ, ഇതിൽ നമുക്ക് ഒരുപാട് പേഴ്സൺസിനെ കുറിച്ചിട്ട് പഠിക്കാനുണ്ട്. ഇപ്പോൾ 3ാമത്തെ പോയിന്റ് പേഴ്സൺ ആണ്. അതിൽ ഇനി ഒരുപാട് സബ് ഹെഡിങ് വരുന്നുണ്ട്. ഓക്കെ, അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ഇൻഡിവിജ്വൽ. ഇറ്റ് റെഫേഴ്സ് ടു a natural human beings whether male or female or minor or major. ഇതെന്താണ്, ഒരു നാച്ചുറൽ ഹ്യൂമൻ ബീയിങ് ആണ്. അത് ആണായിരിക്കാം, പെണ്ണായിരിക്കാം, അല്ലെങ്കിൽ മൈനർ ആയിരിക്കും, മേജർ ആയിരിക്കും. ഇതാണ് ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ. പിന്നെ നെക്സ്റ്റ് വരുന്ന സബ് ഹെഡിങ് ആണ് HUF, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഇറ്റ് ഈസ് എ റിലേഷൻഷിപ്പ് ക്രിയേറ്റഡ് ഡ്യൂ ടു ഓപ്പറേഷൻ ഓഫ് ഹിന്ദു ലോ, അതായത് ഹിന്ദു ലോ പ്രകാരം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള റിലേഷൻഷിപ്പാണ് എന്ത് പറയുന്നത്, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് പറയുന്നത്. ദ മാനേജർ ഓഫ് HUF ഈസ് കോൾഡ് കർത്ത ആൻഡ് ഇറ്റ്സ് മെമ്പേഴ്സ് ആർ കോൾഡ് കോപ്പേഴ്സൺസ്. അതായത് അതിലെ കർത്ത എന്ന് പറയുമ്പോൾ ആ ഫാമിലിയിലെ ഏറ്റവും മുതിർന്ന ആളായിരിക്കും. അതിലുള്ള ബാക്കി മെമ്പേഴ്സൊക്കെ ആയിരിക്കും ഈ കോപ്പേഴ്സൺസ് എന്ന് പറഞ്ഞിട്ട് അറിയപ്പെടുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ കർത്തയായിരിക്കും അതിൽ ഡിസിഷൻസ് എടുക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ. അപ്പോൾ അവർ പറയുന്നത് കേൾക്കുക ബാക്കിയുള്ളവർ. ഓക്കെ, അതൊന്നും നമുക്ക് പറയാനില്ല. നമുക്ക് ജസ്റ്റ് ഈ ഒരു സെൻറ്റൻസിന് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അതാണ് ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് പറയുമ്പോൾ HUF. മേ ബി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനൊക്കെ വരാം. നെക്സ്റ്റ് പറയുന്നതാണ് കമ്പനി. സബ് ഹെഡിങ് ആണ് 3ാമത്തെ, അതായത് പേഴ്സൻ്റെയിൽ വരുന്ന സബ് ഹെഡിങ് 3ാമത്തെ കമ്പനി. ഇറ്റ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ പേഴ്സൺ രജിസ്റ്റേർഡ് ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2030 ഓർ എനി അതർ ലോ. അതായത് കമ്പനീസ് ആക്ട് 2030 അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ലോ പ്രകാരമോ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് എന്ത് പറയുന്നത്, കമ്പനി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് ഫേം. ഇറ്റ് ഈസ് ആൻ എൻറ്റിറ്റി വിച്ച് കംസ് ഇൻ ടു എക്സിസ്റ്റൻസ് ആസ് എ റിസൾട്ട് ഓഫ് പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ പേഴ്സൺസ് ടു ഷെയർ പ്രോഫിറ്റ് ഓഫ് ദി ബിസിനസ് ക്യാരിഡ് ബൈ ഓൾ ഓർ എനി ഓഫ് ദം. അതായത് പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പേഴ്സൺസ് തമ്മിലുള്ള ഒരു എഗ്രിമെൻറ്റിൻ്റെ, പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റിൻ്റെ റിസൾട്ട് പ്രകാരം എക്സിസ്റ്റൻ്റ് ആയുള്ള ഒരു ഇതാണെന്ന് പറയുന്നത് ഫേം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ. അതായത് ഒരു കൂട്ടം ആളുകളുടെ ഒരു ഇത്, അതാണ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ. എന്തിനു വേണ്ടിയിട്ട്, നമ്മൾ പ്രോഫിറ്റ് റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതാണ് അത് പറയുന്നത്. ഒരു കോമൺ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒരു കോമൺ പർപ്പസ് ഉണ്ടായിരിക്കും. ഈ കോമൺ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻകം ഏൺ ചെയ്യുക. അതാണ്
association of person or body of individual are formed with a common purpose and common action to achieve common purpose to earn income ഏൺ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ എന്ത് പറയുന്നത് ഈ കോമൺ പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോമൺ പർപ്പസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവരൊരു കോമൺ ആക്ഷൻ ചെയ്യുന്നുണ്ടായിരിക്കുക. അതാണ് അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ലോക്കൽ അതോറിറ്റി. ലോക്കൽ അതോറിറ്റി എന്ന് പറയുമ്പോൾ മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, അവരുടെയൊക്കെ പ്രവർത്തനങ്ങളുടെ വില നമ്മൾ എന്ത് അടയ്ക്കണം? ടാക്സ് അടയ്ക്കണം. അവർക്കും നമ്മൾ എന്തടയ്ക്കേണ്ടതുണ്ട്? ടാക്സ് അടയ്ക്കേണ്ടതുണ്ട്. ഈ കെട്ടിട നികുതി, അങ്ങനത്തെ ചെറിയ ചെറിയ നികുതികളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഇങ്ങോട്ടാണ് മുനിസിപ്പാലിറ്റി, പഞ്ചായത്തൊക്കെയാണ് നമ്മൾ ടാക്സ് അടയ്ക്കേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് പറയുന്നതാണ് ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ. ഈ പബ്ലിക് കോർപ്പറേഷൻ എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ സ്പെഷ്യൽ ആക്ട് ഓഫ് ലെജിസ്ലേച്ചർ ആൻഡ് ബോഡി ആർ ഹാവിംഗ് ജുറിസ്റ്റിക് പേഴ്സണാലിറ്റി ഓഫ് ഇറ്റ്സ് ഓൺ ആർ നോൺ ടു ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ. ഈ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സണൊക്കെ എക്സാമ്പിളാണ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഇല്ലേ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റീസൊക്കെ ഈ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺസിന് എന്താണ്? എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് പറയുന്നതാണ് ആസസി. അതായത് ഇപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇൻകം നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ ഇൻകം പറഞ്ഞു, പിന്നെ നമ്മൾ എന്താ പറഞ്ഞു, പിന്നെ നമ്മൾ പേഴ്സൺ പറഞ്ഞു. ഈ പേഴ്സണിൽ പറയുന്ന പേഴ്സൺ മെയിൻ ഹെഡിങ് ആണ്, അതിൽ പറയുന്ന സബ് ഹെഡിങ് ആണ് ഏതൊക്കെ? ഇൻഡിവിജ്വൽ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, കമ്പനി, ഫേം, അസോസിയേഷൻ ഓഫ് പേഴ്സൺ ഓർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽ, പിന്നെ ലോക്കൽ അതോറിറ്റി, പിന്നെ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ, അതൊക്കെയാണ് ഇതിൽ വരുന്ന പിന്നെ വരുന്ന സബ് ഹെഡിങ് എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ വരുന്നതാണ് ഇത് അസസി എന്ന് പറയുന്നത്. ദ ടേം അസസി മീൻസ് എ പേഴ്സൺ ബൈ വെൻ എനി ടാക്സ് ഓർ എനി അതർ സം ഓഫ് മണി ഈസ് പേബിൾ അണ്ടർ ദിസ് ആക്ട്. അതായത് ഈ ആക്ടിൻ്റെ അണ്ടറിൽ ഒന്നൊക്കെ ടാക്സ് അടക്കി, അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു സം ഓഫ് മണി പേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിനെയാണ് എന്ത് പറയുന്നത്? ആ പേ ചെയ്യുന്ന വ്യക്തി അതിനെയാണ് എന്ത് പറയുക? ആസസി എന്ന് പറയുന്നത്. എവറി ടാക്സ് പെയർ ഈസ് ആസസി. അല്ലാതെ എല്ലാ ടാക്സ് പെയർ എന്താണ്? ആസസിയാണ്. ഇപ്പോൾ നിങ്ങൾ പോയിട്ട് ഒരു ടാക്സ് അടയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ്? നിങ്ങളും ഒരു ആസസിയാണ്. ഇപ്പോൾ ഞാൻ അടയ്ക്കുകയാണെങ്കിൽ ഞാനും ഒരു എന്താണ്? ഒരു ആസസിയാണ്. അതാണ് നാലാമത് പറയുന്നത്. ഓക്കെ. നാലാമത്തെ ടേമാണ് എന്ത് പറയുന്നത്? ആസസി. ആസസി സെക്ഷൻ 2 സബ്സെക്ഷൻ 7. ഓക്കെ. ഈ ആസസി എന്ന് പറയുമ്പോൾ 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള ആസസികളുണ്ട്. നോർമൽ ആസസി ഉണ്ട്, റെപ്രസെൻറ്റേറ്റീവ് ആസസി ഉണ്ട്, ഡീംഡ് ആസസി ഉണ്ട്, പിന്നെ ആസസി ഇൻ ഡിഫോൾട്ട്. അതാണത് പറയുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് നോർമൽ ആസസി. നോർമൽ ആസസീസ് എന്ന് പറയുമ്പോൾ ദ ടേം നോർമൽ ആസസി ഈസ് കൺസിഡർ ആസ് വൺ ഹൂ ഈസ് സപ്പോസ് ടു പേ ടാക്സ് അണ്ടർ ഇൻകം ടാക്സ് ആക്ട് വിത്ത് ഫീച്ചേഴ്സ് സ്റ്റേറ്റഡ് ഇൻ ദി എബവ് ഡെഫിനിഷൻസ്. അതായത് ഇപ്പോൾ എനിക്ക് ഞാനിപ്പോൾ ഞാൻ ഒരു കുറച്ച് പ്ലാന്റ് പ്ലോട്ട് വാങ്ങിച്ചു, ആ പ്ലോട്ട് ഞാൻ വിറ്റു, അപ്പോൾ എനിക്ക് ലാഭം കിട്ടി. അതായത് 30 ലക്ഷം രൂപയുടെ ഒരു പ്ലോട്ട് ഞാൻ 50 ലക്ഷം രൂപയ്ക്ക് വിറ്റു, അപ്പോൾ എനിക്ക് 20 ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ എനിക്ക് അതിന് ടാക്സ് വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ആ ടാക്സ് ഞാൻ അടയ്ക്കുകയാണ്. ഞാൻ അവിടെ പോയി ഞാൻ ടാക്സ് അടച്ചു ഡയറക്റ്റായിട്ട്. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്? നോർമൽ ആസസി എന്ന് പറയുന്നത്. ലൈക്ക് എൻ്റെ ടാക്സ് ഞാൻ തന്നെ അടയ്ക്കുക. ഓക്കെ. അതാണ് നോർമൽ ആസസി. പിന്നെ പറയുന്നതാണ് റെപ്രസെൻറ്റേറ്റീവ് ആസസി. റെപ്രസെൻറ്റേറ്റീവ് ആസസിയും അതുപോലെ തന്നെ ഡീംഡ് ആസസിയും ഒക്കെ സെയിം ഇതാണ് കേട്ടോ വരുന്നത്. അതായത് there may be a case in which a person is liable to pay taxes for the income or losses incurred by a third party. Such a person is known as representative assessee. അതായത് ഇപ്പോൾ എനിക്കൊരു മകളുണ്ട് അല്ലെങ്കിൽ ഒരു മകനുണ്ട്. ആ മകന് 18 വയസ്സായിട്ടില്ല, അവന് 17 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പോയിട്ട് എന്ത് ചെയ്യണം? അവൻ്റെ ടാക്സ് അടയ്ക്കണം. അതാണ് റെപ്രസെൻറ്റേറ്റീവ് ആസ്. കാരണം എന്താ? അവൻ മൈനറാണ്, അവൻ മേജർ ആയിട്ടില്ല. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിൽ അവൻ്റെ ടാക്സ് ഞാൻ അടയ്ക്കണം. അതാണ് പറയുന്നത്. പിന്നെ ഡീംഡ് അസസി എന്ന് പറയുമ്പോൾ ആൻ ഇൻഡിവിജ്വൽ മൈറ്റ് ബി അസൈൻഡ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് പേയിങ് ടാക്സസ് ബൈ ദ ലീഗൽ അതോറിറ്റീസ് ആൻഡ് സച്ച് ഇൻഡിവിജ്വൽസ് ആർ കോൾഡ് ഡീംഡ് അസസി. ഓക്കെ. നെക്സ്റ്റ് പറയുന്നതാണ് അസസി ഇൻ ഡിഫോൾട്ട്. ഈസ് എ പേഴ്സൺ ഹു ഹാസ് ഫെയിൽഡ് ടു ഫുൾഫിൽ ഹിസ് സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻസ് ആസ് പെർ ദ ഇൻകം ടാക്സ് ആക്ട് സച്ച് ആസ് നോട്ട് പേ ടാക്സസ് ടു ദ ഗവൺമെൻറ് ഓർ നോട്ട് ഫയൽ ഹിസ് ഇൻകം ടാക്സ് റിട്ടേൺ. അതായത് നമ്മൾ ഈ ടാക്സ് അടയ്ക്കുക എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷനാണ്. അതായത് നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ടാക്സ് അടച്ചിട്ടുണ്ടായിരിക്കണം. ഇപ്പോൾ ഇൻ കേസ് ചില സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു, അതായത് ടാക്സ് അടയ്ക്കാൻ കഴിയാത്ത സിറ്റുവേഷൻ. അതായത് ഞാനിപ്പോൾ ഒരു അധ്യാപികയാണ്. അപ്പോൾ ഞാൻ അധ്യാപികയായ സിറ്റുവേഷനിൽ എൻ്റെ ടാക്സ് അടയ്ക്കുക എന്ന് പറയുന്നത് മേ ബി എനിക്ക് ജോലി തന്ന ആളുടെ എന്തായിരിക്കും? റെസ്പോൺസിബിലിറ്റി ആയിരിക്കും. അതായത് ഇപ്പോൾ എനിക്ക് സാലറി ഒരു 50,000 രൂപ സാലറി കിട്ടുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ 50,000 രൂപ സാലറിയിൽ നിന്നും അവർ ടാക്സ് പിടിക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് കിഴിച്ചിട്ടുള്ള എമൗണ്ട് ആയിരിക്കും അവരെനിക്ക് തരുന്നുണ്ടായിരിക്കാം.
അപ്പോൾ ആ എമൗണ്ട് ഞാൻ അവർക്ക് ഓൾറെഡി കൊടുത്തു, നിങ്ങൾ ടാക്സ് അടച്ചോ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, കൊടുത്തു. അപ്പോൾ ടാക്സ് അടയ്ക്കേണ്ടത് പിന്നെ അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, എൻ്റെ ടാക്സ് അടയ്ക്കേണ്ടത്. അവർ ടാക്സ് അടയ്ക്കാൻ എന്താണ്, അവർക്ക് പറ്റാത്തൊരു സിറ്റുവേഷൻ, അവർ ഫെയിലായി പോവുക അല്ലെങ്കിൽ മറന്നു പോവുകയോ അല്ലെങ്കിൽ ആ ക്യാഷ് അവരുടെ നിന്ന് എടുത്തു പോവുകയോ അങ്ങനത്തെ എന്തോ ഒരു സിറ്റുവേഷൻ കാരണം അവരെന്ത് അടയ്ക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്, അസസി ഇൻ ഡിഫോൾട്ട് എന്ന് പറഞ്ഞാൽ ഈസ് എ പേഴ്സൺ ഹൂ ഹാസ് ഫെയിൽഡ് ടു ഫുൾഫിൽ ഹിസ് സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ആസ് പെർ ദി ഇൻകം ടാക്സ് ആക്ട്. ഓക്കെ, അതാണ് അത് അസസി ഇൻ ഡിഫോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എംപ്ലോയർ അങ്ങനത്തെ ഒരു ഇത് ആലോചിച്ചാൽ മതി. അതായത് ഇപ്പോൾ ഞാൻ ടീച്ചറായിട്ടിരിക്കുമ്പോൾ എൻ്റെ സാലറിയിൽ നിന്ന് ഓഫ് കോഴ്സ് അവർ എന്ത് പിടിക്കുന്നുണ്ട്, ടാക്സ് അടയ്ക്കുന്നതിനുള്ള എമൗണ്ട് എൻ്റെ സാലറിയിൽ നിന്ന് എല്ലാ മാസവും പിടിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ടാക്സ് അടയ്ക്കാൻ അവർ എന്ത് ചെയ്തില്ല, അവരടച്ചില്ല. പക്ഷേ എൻ്റെ ഒരു ഇതിൽ ഞാൻ ടാക്സ് അടച്ചിട്ടുണ്ട്. കാരണം എന്താ, എൻ്റെ ടാക്സ് അടയ്ക്കുന്നതിനുള്ള എമൗണ്ട് ഞാൻ അവർക്ക് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, അവർ അത് അടച്ചില്ല. അതാണ് ഈ അസസി ഇൻ ഡിഫോൾട്ട് എന്ന് പറയുന്നത്. പിന്നെ അഞ്ചാമത്തെയാണ് അസസ്മെൻറ്റ്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്, ഇൻകം പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് അഗ്രികൾച്ചറൽ ഇൻകം പറഞ്ഞു, പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു, ഇൻഡിവിജ്വൽ പറഞ്ഞു, പേഴ്സൺ പറഞ്ഞു. അതേ പേഴ്സൺ പറഞ്ഞു. പേഴ്സണിൽ കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ഉണ്ടായിരുന്നു, അത് നമ്മൾ ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അസസി പറഞ്ഞു. അസസിയാണ് ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞത്, നോർമൽ അസസി, റെപ്രസെൻറ്റേറ്റീവ് അസസി, ഡിംഡ് അസസി ആൻഡ് അസസി ഇൻ ഡിഫോൾട്ട്. അതുവരെ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളതാണ് അസസ്മെൻറ്റ്. ഓക്കെ, ഈ അസസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അസസ്മെൻറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം ഓഫ് ആൻ അസസി ഇൻ ദ പ്രീവിയസ് ഇയർ ആൻഡ് ദി ഡിറ്റർമിനേഷൻ ഓഫ് ദി ടാക്സ് ലയബിലിറ്റി. അസസ്മെൻറ്റ് സെക്ഷൻ 2 സബ്സെക്ഷൻ 8. അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, അതൊരു പ്രോസസ്സാണ്. എന്ത് പ്രോസസ്സാണ്, ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന. അതായത് എനിക്കിപ്പോൾ ഈ വർഷത്തിൽ ടോട്ടൽ ഇൻകം ഇത്ര ഉണ്ടെന്ന് കമ്പ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുക, അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. അസസ് ഓഫ് ആൻ അസസി ഇൻ ദ പ്രീവിയസ് ഇയർ ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് ദി ടാക്സ് ലയബിലിറ്റി. അതായത് പ്രീവിയസ് ഇയറിൽ എനിക്ക് ഇത്രത്തോളം ടോട്ടൽ ഇൻകം ഉണ്ടെന്ന് കമ്പ്യൂട്ട് ചെയ്യുക. ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുക, അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്, ഡിറ്റർമിനേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി, എനിക്ക് എത്രത്തോളം ടാക്സ് ലയബിലിറ്റി ഉണ്ടെന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ രാമൻ എന്ന് പറഞ്ഞ ഒരാൾക്ക്, ഈ രാമൻ എന്ന് പറഞ്ഞ ആൾക്ക് കഴിഞ്ഞ വർഷം, അതായത് ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറയാം, ഈ പ്രീവിയസ് ഇയറിലെ ടാക്സാണ് നമ്മൾ ഈ വർഷം അടയ്ക്കുന്നത്. അതായത് കഴിഞ്ഞ വർഷത്തെ ടാക്സാണ് നമ്മൾ ഈ വർഷം അടയ്ക്കേണ്ടത്, അല്ലാണ്ട് ഈ വർഷത്തതല്ല. ഈ വർഷത്തെ അടയ്ക്കേണ്ട ചില സിറ്റുവേഷൻസ് ഉണ്ട്, പക്ഷേ നമ്മൾ അടയ്ക്കേണ്ടത്, സാധാരണ എല്ലാവരും അടയ്ക്കേണ്ടത് കഴിഞ്ഞ വർഷത്തെ ടാക്സ് ഈ വർഷമാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം നമുക്ക് എത്രത്തോളം ഇൻകം ഉണ്ട് നമ്മൾ ഈ വർഷം കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ ബേസിലാണ് നമ്മൾ ഈ വർഷം എന്ത് ചെയ്യേണ്ടത്, ടാക്സ് അടയ്ക്കേണ്ടത്. നമ്മളെല്ലാം ഇൻകം ടാക്സ് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് എത്ര ഇൻകം ഉണ്ട്, നമ്മൾ എത്ര ടാക്സ് അടയ്ക്കണം അവർ കാൽക്കുലേറ്റ് ചെയ്ത് അവർ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ വർഷം എന്ത് ചെയ്യേണ്ടത്, ടാക്സ് അടയ്ക്കേണ്ടത്. അപ്പോൾ ഒരു അസസിയുടെ, രാമൻ എന്ന് പറഞ്ഞ അസസിയുടെ ടോട്ടൽ ഇൻകം നമ്മൾ ഈ ഒരു ഇതിൽ പ്രീവിയസ് ഇയറത്തെ ടോട്ടൽ ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്, അയാൾക്ക് രാമൻ എന്ന് പറഞ്ഞ ആൾക്ക് എത്രത്തോളം ടാക്സ് ലയബിലിറ്റി ഉണ്ടെന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് എന്ത് പറയുന്നത്, അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതാണ് അസസ്മെൻറ്റ്. അസസ്മെൻറ്റ് എന്നാൽ എന്താ, അസസ്മെൻറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം. ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സ് ഒരു അസസിയുടെ ഇൻ ദ പ്രീവിയസ് ഇയറിൽ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സ് ആൻഡ് ദ ഡിറ്റർമിനേഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി. എന്നിട്ട് ടാക്സ് ലയബിലിറ്റി എന്ത് ചെയ്യുക, ഡിറ്റർമൈൻ ചെയ്യുക. കാരണം ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്ത് അത് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷം വേണം നമുക്ക് എന്താക്കാൻ വേണ്ടിയിട്ട്, ടാക്സ് ലയബിലിറ്റി അയാൾക്ക് എത്രത്തോളം ഉണ്ടെന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് അസസ്മെൻറ്റ് ഇയർ. അസസ്മെൻറ്റ് ഇയർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വേണ്ട, ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിലെടുക്കാം, എന്നാലും നിങ്ങൾക്ക് അടുത്തത് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. ഇനി വീഡിയോ ലെങ്തി ആവുന്നുണ്ട്, സോ ഞാനിതിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി നമുക്ക് ഒരു 7 പോയിൻറ്റ്സും കൂടെ ഉണ്ട്. അസസ്മെൻറ്റ് ഇയർ, പ്രീവിയസ് ഇയർ, പിന്നെ ഗ്രോസ് ടോട്ടൽ ഇൻകം, മാർജിൻ റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു
7 ടോപ്പിക്കും കൂടെ വരുന്നുണ്ട്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. എനിവേ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ മനസ്സിലാവാത്ത എന്തെങ്കിലും പറഞ്ഞെന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ലൈക്ക് ഞാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ പിന്നെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു.